ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ, കൃപാസനം ഉടമ്പടി അനേകമായി ഒത്തിരി ആളുകൾ വന്ന് ചെയ്തു പോകുന്നു. ഒരുപാട് പേർക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, വലിയ വിടുതലുണ്ടാകുന്നു. അപ്പോൾ അത് ശരിക്കും ദൈവികമല്ലേ എന്നൊരു ചോദ്യമാണ് പലരുടെയും ഹൃദയത്തിലുള്ളത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ് ഇത് ദൈവികമാണെന്ന് പലരും വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുക. ഞാൻ അറിയുന്ന ഒരു സഹോദരി, ഈ പറയുന്ന സഹോദരിക്കുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയാണ്, സ്ഥിരമായി ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു പുരുഷനാണ് അദ്ദേഹം. എൻ്റെയൊക്കെ ഒരു പഴയ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെ ഈ വ്യക്തിക്കൊരു മാറ്റം ഉണ്ടാകണം, അതിനുവേണ്ടി ആഗ്രഹിച്ച് ഈ സഹോദരി കൃപാസനത്തിൽ പോയി ഉടമ്പടി വെക്കുകയുണ്ടായി. ഒത്തിരി സഭയുടെ തന്നെ അല്ലെങ്കിൽ പുറത്തുള്ള ഹോസ്പിറ്റലുകളിലും ഡീഹൈഡ്രേഷൻ സെൻ്ററുകളിലൊക്കെ പോയി ഈ മദ്യപാനം അഡിക്ഷൻ മാറാൻ വേണ്ടി അനേകമായി പല രീതിയിൽ ശ്രമിച്ചു നോക്കി. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ ഈ സഹോദരി പോയി ഭർത്താവിൻ്റെ മദ്യപാനം നിൽക്കേണ്ടതിന് പോയി കൃപാസനത്തിൽ ഒരു ഉടമ്പടി വെച്ചു. പ്രിയമുള്ളവരെ, ഈ ഉടമ്പടിക്ക് എന്ത് പരിസമാപ്തി ഉണ്ടാകുമെന്ന് ആ സമൂഹം മുഴുവൻ ഇങ്ങനെ കാത്തിരുന്നു, പ്രത്യേകിച്ച് ആ ചുറ്റുപാടുകൾ. കാരണം ഈ സഹോദരന്റെ നിരന്തരമായ ഉപദ്രവം എല്ലാവരും സ്ഥിരമായി കാണുന്നതാണ്. അത്ഭുതമെന്ന് പറയട്ടെ, 3 മാസത്തിന് ശേഷം ഈ സഹോദരൻ മദ്യപാനം നിർത്തി. അങ്ങനെ ആ സമൂഹം മുഴുവൻ, അല്ലെങ്കിൽ ആ ഇടവക, അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾ, വിശ്വാസികളെല്ലാം കൃപാസനത്തിലേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അന്ന് വരെ കഷ്ടപ്പെട്ട് KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് പിടിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ആ ഏരിയയിൽ നിന്നും ഒരു ബസ് തന്നെ കൃപാസനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ അനേക വ്യക്തികൾ കൃപാസനത്തിലേക്ക് ഉടമ്പടിക്ക് വേണ്ടി പോയി. പക്ഷേ ഒരു 6 മാസത്തിന് ശേഷം ഉണ്ടായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സഹോദരൻ മദ്യപാനമൊക്കെ നിർത്തി നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതായത് ഒരു ദിവസം കാലത്ത് ഈ സഹോദരി കാണുന്ന കാഴ്ച ഇതാണ്: അവരുടെ വീടിൻ്റെ അകത്ത് തന്നെ ഒരു ജനലയിൽ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ സഹോദരനെ കാണുന്നത്. കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുന്നൊരവസ്ഥ. ഇടവക മുഴുവൻ ഒരു ചിന്തയുണ്ടായി. അപ്പോൾ കൃപാസനത്തിൽ ഉടമ്പടി വെച്ചിട്ട് എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് തിരിഞ്ഞു? പ്രിയമുള്ളവർ, ഇത് ഒരു സാക്ഷ്യമല്ല, ഞാൻ അറിയുന്ന പല സാക്ഷ്യങ്ങൾ ഇതിന് സമാനമാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ ഈ വീഡിയോ ഒരുപക്ഷെ സാധിക്കത്തില്ല. മരണപ്പെട്ട രോഗികളായ വ്യക്തികളുണ്ട്. ഇന്നും കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ സൗഖ്യപ്പെട്ടു എന്ന് കിടക്കുന്ന പല കേസുകളും, പല യുവാക്കളുടെ കേസുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു. അവരുടെയൊക്കെ ചരമകോളങ്ങൾ പോലും, അല്ലെങ്കിൽ ചരമ നമുക്കറിയാലോ, ചരമ പേപ്പറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പത്രക്കട്ടിങ്ങളൊക്കെ ആയിട്ട് പല വിമർശനങ്ങളും വന്നിട്ടുണ്ട്. അതൊന്നും എടുത്തു കാണിക്കാൻ, ആ കുടുംബത്തെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് ഞങ്ങൾ പോകാത്തത്. പ്രിയമുള്ളവർ, ഇങ്ങനെ പല രീതിയിൽ ഈ പ്രവൃത്തി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അത്ഭുതങ്ങൾ ക്രിസ്തുവാണോ നൽകുന്നത്, ദൈവത്തിൻ്റെയാണോ, അതെയോ സാത്താൻ്റെയോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ഒരു അച്ഛൻ തന്നെ കൃപാസനം അവിടെ വെച്ച് തന്നെ സാക്ഷ്യം പറയുന്ന ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചിന്തയിലൂടെ കടന്നു പോവുകയാണ്. അച്ഛൻ പറയുകയാണ്, പല വിമർശനങ്ങളും ഒരുപക്ഷെ ഞങ്ങളൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്, അങ്ങനെ അച്ഛൻ കേട്ടിട്ടുണ്ടായിരുന്നു. കൃപാസനത്തെ പറ്റി പലപ്പോഴും നെഗറ്റീവായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫ്രോഡാണ്. അതുപോലെ തന്നെ പലരും പറയുമായിരുന്നു, അവിടെ നടക്കുന്നതെല്ലാം, ഈ സാക്ഷ്യങ്ങളും എല്ലാം ഫ്രോഡാണ്, വെറുതെ പറയുന്നതാണ് എന്ന്. പക്ഷേ അനിയൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ പറഞ്ഞു ഞാൻ പോരാമെന്ന്. അങ്ങനെ ജൂലൈ മാസം 13-ാം തീയതി ഞാൻ ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതായത് ഇദ്ദേഹത്തിൻ്റെ, ഈ അച്ഛൻ്റെ അളിയൻ ഇദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നു കൃപാസനത്തിൽ വരാനായിട്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഫ്രോഡാണെന്ന് അച്ഛൻ കേട്ടിട്ടുണ്ട്, സാക്ഷ്യങ്ങളൊക്കെ ഫ്രോഡാണെന്ന് അച്ഛനൊരു സംശയമുണ്ട്. അതുകൊണ്ട് വരണോ വേണ്ടയോ എന്നാലൊരു സംശയമില്ലാതെ അച്ഛൻ വന്നു എന്നാണ് പറയുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 1-ാം നിലയിലെ റൂമിലേക്ക് പോകുമ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു: ഈ ഉടമ്പടി എടുക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്? അത് എനിക്കൊരു വലിയ ഡൗട്ടായിരുന്നു, ഒരു സംശയമായിരുന്നു. അതായത് അച്ഛന് വിദ്യാഭ്യാസമുള്ളത് കൊണ്ട്, പഠനമുള്ളത് കൊണ്ട്, നമ്മളെപ്പോലെ വിചിന്തനം നടത്താത്തവരല്ല അച്ഛൻ, വിചിന്തനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അച്ഛൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി: മനുഷ്യൻ ദൈവവുമായിട്ടല്ലേ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അതല്ലാതെ മാതാവിനോടൊരു ഉടമ്പടി എങ്ങനെ ശരിയാകും എന്നൊരു ചോദ്യം അച്ഛൻ്റെ ഹൃദയത്തിൽ നാം വിട്ടു എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. കാരണം സ്ക്രിപ്ചറലായിട്ട് നോക്കിയാലും
അബ്രാഹവും ദൈവമായിട്ടും ഇസ്ഹാഖും ദൈവമായിട്ടും യാക്കോബും ദൈവമായിട്ടും അതുപോലെ തന്നെ മോസസും ദൈവമായിട്ടുമാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്? അതായത് സ്ക്രിപ്ചറിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരൊറ്റ ഉടമ്പടികൾ ഒരു രീതിയിലേ ഉള്ളൂ. അബ്രഹാം ദൈവമായിട്ട്, ഇസ്ഹാക്ക് ദൈവമായിട്ട്, യാക്കോബ് ദൈവമായിട്ട്, മോശയ്ക്ക് ദൈവമായിട്ട് മാത്രമേ ഉടമ്പടി ഉള്ളൂ. സ്ക്രിപ്ചർ, വിശുദ്ധ വേദപുസ്തകം ഇത് മാത്രമേ തരുന്നുള്ളൂ, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന്. അതായത് മനുഷ്യനുമായി പാപങ്ങൾക്കോ വിശുദ്ധിക്കോ നീതിക്കോ രക്ഷയ്ക്കോ ഒരു ഉടമ്പടിയും ഇല്ല എന്ന് ആര് പറയുന്നു? ഈ അച്ഛൻ പറയുന്നു. ഞാനല്ല, തിയോളജി പഠിച്ച, ക്രിസ്റ്റോളജി പഠിച്ച, ഫിലോസഫി പഠിച്ച ഈ പുരോഹിതൻ തന്നെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ ഹോളിൽ പോയി ഞാൻ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ ടോക്കിൽ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്തുകൊണ്ടാണ് മരിയ ഉടമ്പടി എന്ന് പറയുന്നതെന്ന്. നിങ്ങൾ മാതാവുമായിട്ടല്ല ഉടമ്പടി നടത്തുന്നത്, നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി നടത്തുന്നത്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നിങ്ങൾ നടത്താൻ പോകുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ സംശയങ്ങളെല്ലാം ആ നിമിഷത്തിൽ മാറുകയും അപ്പോൾ മുതൽ എനിക്ക് ഉള്ളുരുകെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം നൽകുകയും ചെയ്തു. അതായത് അച്ഛൻ അവിടെ ഒരു ന്യായീകരണം പറഞ്ഞു കൊടുത്തു. ഇതാണ് ആ ന്യായീകരണം. മാതാവുമായിട്ടല്ല ഉടമ്പടി ആരായിട്ടാണ്? ക്രിസ്തുവുമായിട്ടാണ് ഉടമ്പടി. അതോടുകൂടെ ഈ പുരോഹിതന്റെ എല്ലാ സംശയവും തീർന്നു. അദ്ദേഹം സന്തോഷത്തോടു കൂടെ പോയി ഉടമ്പടി വെച്ചു എന്നുള്ളതാണ് ഈ പുരോഹിതന്റെ സാക്ഷ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മാതാവുമായിട്ടാണോ ഉടമ്പടി എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെ പരിശോധിക്കാം? കൃപാസനം തരുന്ന ഉടമ്പടി പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പ്രാർത്ഥനയാണ്. അവിടെ തുടക്കം തന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. അപ്പോൾ ആരോടാണ് ഈ ഉടമ്പടി? ക്രിസ്തുവിനോടാണോ? അതെയോ കൃപാസനം പ്രസാദവര മാതാവിനോടാണോ? ഇതെവിടെയാണ് എടുത്തത്? അങ്ങേ സന്നിധിയിൽ. എവിടെ? ആ ചാര വിഗ്രഹത്തിന്റെ മുൻപിലാണ് ഈ ഉടമ്പടി എടുത്തത്. അതുകൊണ്ട് അത് പാലിക്കാൻ അടുത്ത പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണ്. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. അവിടെയും പറയുന്നു ഇതേ കാര്യം തന്നെ. അടുത്ത പാരഗ്രാഫിലും കാണുന്നത് അത് തന്നെയാണ്. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. അപ്പോൾ ഇത് എവിടെയാ ചെയ്തത്? ആരോടാ ചെയ്തത്? എങ്ങനെയാ ചെയ്തത്? ഇത് മുഴുവൻ ഈ പുസ്തകം നമ്മുടെ മുൻപിൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഇത് കൃപാസനം എന്ന് പറയുന്ന കലവൂരുള്ള ആ വിഗ്രഹത്തിന് മുൻപിലാണ്, ആ വിഗ്രഹത്തോടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലാതെ മറ്റാരോടുമല്ല. ആ ഉടമ്പടി പാലിക്കണമെങ്കിലോ അത് നടക്കണമെങ്കിലോ അതിന് മുൻപിൽ ഒലിവെണ്ണ കത്തിക്കണം. കൃപാസനത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ശുദ്ധമായ ഒലിവെണ്ണയിൽ കത്തിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? പോയി ഉടമ്പടി വെക്കാൻ. ആ ഉടമ്പടിയെ സ്വീകരിക്കത്തുള്ളൂ. ഇങ്ങനെ എല്ലാ പ്രവൃത്തിയും ചെയ്തു വെച്ചിട്ട് പറയുകയാണ്, ഓ ഇത് ഞങ്ങളൊന്നല്ല, ക്രിസ്തുവാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ന് ഒരു ന്യായീകരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ ചെയ്തിരിക്കുന്ന പ്രവൃത്തി അഹറോന്റെ പ്രവൃത്തിക്ക് തുല്യമാണ്. അതായത് പഴയ നിയമത്തിലെ പാരമ്പര്യമായ അഹറോനീക പാരമ്പര്യം, അതിന് തുല്യമായിട്ടൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി. അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണുന്നത്: അഹറോൻ അവ വാങ്ങി മൂശയിലുരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ, ഇതാ ഈജിപ്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കേട്ട് അഹറോൻ കാളക്കുട്ടിക്ക് മുൻപിൽ ഒരു ബലിപീഠം പണിത് ഇപ്രകാരം പ്രഖ്യാപിച്ചു: നാളെ കർത്താവിൻ്റെ ഉത്സവമായിരിക്കും. സത്യവേദപുസ്തകം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് നാളെ യഹോവയുടെ ഉത്സവമായിരിക്കും. ഹീബ്രു മൂലഗ്രന്ഥത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെ വായിക്കുന്നത് നാളെ യഹോവയുടെ ഉത്സവമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ, വെച്ച വിഗ്രഹം ആരുടെയായിരുന്നു? കാളയുടെ. സ്വർണം കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി മൂശയിൽ ഉരുക്കി അവിടെ വെച്ചിട്ട് പറഞ്ഞു, അഹറോൻ പറഞ്ഞത് ഇതാണ്: നാളെ യഹോവയുടെ ഉത്സവം, നമ്മളെ കൊണ്ടുവന്ന യഹോവയുടെ ഉത്സവം എന്നാണ് അഹറോൻ പറഞ്ഞത്. ഇത് തന്നെയല്ലേ VP അച്ഛൻ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞത്? വച്ചിരിക്കുന്നത് ആരുടെ വിഗ്രഹം? ഈ പറയുന്ന അച്ഛന് വെളിപ്പെട്ട ചാര വിഗ്രഹം. അതിന് മുമ്പിൽ നിലവിളക്ക് കത്തിക്കുന്നു,
അതിന് മുൻപിൽ മുട്ടുകുത്തി ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കൃപാസന ഉടമ്പടി വയ്ക്കുന്നു. പക്ഷെ ഉടമ്പടി ആരോടാണ്? ദൈവത്തോടാണ്. ഇത് തന്നെയാണ് അഹറോൻ പറഞ്ഞത്. നമ്മൾ വെച്ചിരിക്കുന്നത് കാളക്കുട്ടിയാണ്, സ്വർണമാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരെയാണ് ഉത്സവം കൊണ്ടാടുന്നത്? യഹോവയുടെ, കർത്താവിൻ്റെ ഉത്സവം. ഓക്കെ, അപ്പോൾ അഹറോന്റെ ഈ വാദം മോശ എങ്ങനെ കണ്ടു, യാഹ്വേ എങ്ങനെ കണ്ടു? തൊട്ടടുത്ത വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു. ഈ പറയുന്ന അർപ്പിക്കുന്ന യാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും, അനുരഞ്ജിപ്പിക്കുന്ന പ്രാർത്ഥനകളും യാഗങ്ങളും എല്ലാം സമർപ്പിച്ചു. ജനത്തിന്റെ ഈ വൈകാരികമായ പ്രവൃത്തി കണ്ടിട്ട് യഹോവയ്ക്ക് സന്തോഷമായോ? 7-ാം വാക്യം വായിച്ചാൽ അത് വ്യക്തമായിട്ട് വെളിപ്പെടും. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ഉടനെ നീ താഴേക്ക് ചെല്ലുക, നീ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കോപമാണ് ഇറങ്ങി വന്നത്, ദൈവത്തിന്റെ ക്രോധം അവിടെ ഇറങ്ങി വന്നു. എന്തുകൊണ്ട്? അഹറോൻ പറഞ്ഞത് ഇത് യഹോവയുടെ ഉത്സവം, അഹറോൻ ചെയ്തത് ഇതാ ദഹനബലി, അഹറോൻ ചെയ്തത് അനുരഞ്ജന ബലി. പറഞ്ഞതെല്ലാം ശരി, ചെയ്തതെല്ലാം ശരി, പക്ഷേ ചെയ്ത പ്രവൃത്തി എന്തിന് തുല്യമാണെന്ന് ദൈവം പറയുക. എൻ്റെ ക്രോധത്തിന്, എൻ്റെ കോപത്തിന് അത് കാരണമാകും. ദുഷിച്ച ജനം ഞാൻ അവയെ നശിപ്പിക്കും എന്നാ ദൈവം പറഞ്ഞത് മോശയോട്. ഇത് തന്നെയല്ലേ ഈ അച്ഛൻ്റെ മുമ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട VP അച്ഛൻ പറഞ്ഞു വെക്കുന്നത്? VP അച്ഛൻ്റെ ഈ ന്യായീകരണത്തിന് ഇതല്ലാതെ മറ്റെന്ത് സാധ്യതയാണുള്ളത്? വയ്ക്കുന്നത് ഈ കൃപാസന നടയിൽ, വയ്ക്കുന്നത് ഈ പറയുന്ന നിലവിളക്ക് എത്തിച്ച് ഈ വിഗ്രഹത്തിന് മുൻപിൽ മുട്ടുകുത്തി. പക്ഷെ വയ്ക്കുന്ന ഉടമ്പടി ദൈവത്തോട്. ഇതെങ്ങനെ ശരിയാവും? എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ ഈ പറയുന്ന അവരുടെ പുസ്തകങ്ങളെല്ലാം, ഈ പറയുന്ന എല്ലാ ഉടമ്പടികളുടെ പേപ്പറുകളും നമുക്കെതിരാണ് എന്നുള്ളത് കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. വീണ്ടും ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ ആ പുസ്തകത്തിലെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷേ അതെല്ലാം ഒരു വീഡിയോയിലൂടെ പറയാൻ അസാധ്യമായതുകൊണ്ട് 50-51 പേജിൽ കാണുന്ന വെഞ്ചിരിച്ച കാശുരൂപം വിശ്വാസ പ്രമാണം ചൊല്ലി വലയിൽ കെട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മത്സ്യം കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ കാശുരൂപം ആണ് ആ മത്സ്യത്തെ കൊടുത്തത് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഇനി ഷുഗർ കയറി മുറിച്ചു കളയാൻ ഡോക്ടർ പറഞ്ഞ വിരലിൽ കൃപാസനത്തിലെ വെഞ്ചിരിച്ച കാശുരൂപം കെട്ടിവെച്ചപ്പോൾ പഴുപ്പ് മേലോട്ട് കയറാതെ നിന്നു. അത്ഭുതം. അപ്പോൾ ആ കാശുരൂപം ഭയങ്കര വിശ്വാസം, വിശുദ്ധിയുള്ളതാണ്. വെഞ്ചിരിച്ച കാശുരൂപം ചില ആളുകൾക്ക് പറമ്പ് വിൽക്കാനും വീട് വിറ്റ് മാറാനും ഒക്കെ ഉപയോഗമായി. ഉടമ്പടി കാശുരൂപം, വെഞ്ചിരിച്ച കാശുരൂപം ഇൻ്റർവ്യൂവിനോ പരീക്ഷയ്ക്കോ കോടതിയിലോ സ്റ്റേഷനിലോ പഠനത്തിന് പിറകിലായിരിക്കുന്ന വിദ്യാർത്ഥികളിലോ ഇതെല്ലാം ഉപയോഗിക്കാം. അതൊരു പ്രത്യേകതരം രീതിയാണ്. 3 മിനിറ്റ് ഈ പ്രാർത്ഥന ചെല്ലണം, എന്നിട്ട് ഈ കാശുരൂപം നമ്മൾ പഠിക്കാനുള്ള ആ പേജിൽ വെക്കണം. ആ പഠിക്കാനുള്ള പേജിൽ വെച്ച് കഴിയുമ്പോൾ അത്ഭുതം, പഠിക്കാൻ പറ്റാത്ത കുഞ്ഞിന് പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവ് കിട്ടും. അപ്പോൾ ആ കാശുരൂപമാണ് ആ കഴിവ് നൽകുന്നത് എന്നാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വിഗ്രഹാരാധനയല്ല. കഴിഞ്ഞ കുറേ വീഡിയോകളിൽ കത്തോലിക്കരുടെ വിഗ്രഹാരാധനയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അയ്യോ വിഗ്രഹാരാധന ഞങ്ങളുടെ ഇടയിൽ ഇല്ലേ എന്ന് പറഞ്ഞ കുറേ സഹോദരങ്ങൾ, ഞാൻ പറയുന്നത് എൻ്റെ കുടുംബത്തെക്കുറിച്ചാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ സഹോദരങ്ങൾക്ക്, കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ അത് ബോധ്യമില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയതൊരു സംഭവം, കടൽ ക്ഷോഭിച്ച് വീടുകൾ ഇടിച്ച് തകർന്നപ്പോൾ കൃപാസനത്തിൽ വെഞ്ചിരിച്ച കാശുരൂപം കടലിൽ എറിഞ്ഞ് കടൽ ശാന്തമാക്കി. ഭയങ്കരമായൊരു പ്രവൃത്തിയാണ്. കടലിനെ ശാന്തമാക്കാൻ ഈ കാശുരൂപം കടലിൽ എറിഞ്ഞു. അപ്പോൾ കടൽ ശാന്തമായി എന്നാണ് പറയുന്നത്. അത് ഓമനപ്പുഴയിൽ ഇന്നും അങ്ങനത്തെ വിശ്വാസികൾ ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ കുട്ടനാട് പാടത്ത് ചെളിയിൽ താന്നുപോയ JCB, ഒരു JCBയുടെ കനമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഭയങ്കര കനമുള്ളൊരു JCB. ഇത് പൊക്കിയെടുക്കാൻ ഗലാസികൾ പരാജയപ്പെട്ടപ്പോൾ, അതായത് പല രീതിയിൽ അത് പൊക്കിയെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ വെഞ്ചിരിച്ച കൃപാസനം കാശുരൂപം, ഒരു ഇത്തിരിയുള്ള കൃപാസനം കാശുരൂപം വടത്തിൽ കെട്ടിവലിച്ച് JCB കരക്കി ഉയർത്തിയെടുത്ത വർഗീസും വിശ്വാസത്തിൻ്റെ സാക്ഷിയാണ്. ഈ വർഗീസേട്ടൻ എന്ത് ചെയ്തു? ഈ JCBയെ വലിച്ചു പൊക്കാൻ വേണ്ടി ആ വടത്തുമ്മേ എന്ത് ചെയ്തു? ഒരു ചെറിയ കാശുരൂപം വെച്ചു. പെട്ടെന്ന് അത്ഭുതമെന്ന് പറയട്ടെ, ഈ സംഭവം പുറത്തോട്ട് വന്നു. ഇതെല്ലാം എന്താണ് വ്യക്തമാക്കുന്നത്? സകലതും വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്ന വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, ദൈവരക്ഷ നമുക്ക് വേണ്ടി
അനേകമായി ഒഴുകുമ്പോൾ നമ്മൾ എന്തിൻ്റെ പിന്നാലെ പോവുക? ഒരു കാശുരൂപത്തിൻ്റെ പിന്നാലെ. വെഞ്ചരിച്ച കാശുരൂപമാണ് അത്ഭുതം ചെയ്യുന്നത്. യേശുക്രിസ്തുവിന് സാധിക്കത്തില്ല. ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, ജീവിക്കുന്ന രക്ഷകനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അതിനൊന്നും സാധിക്കാത്തത് ഈ ഒരു കാശുരൂപ വിഗ്രഹത്തിന് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് സഭയെ നാണം കെടുത്തുന്നത്? ആരാണ് ഈ കത്തോലിക്ക സഭയെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഈ വീഡിയോ ഇടുന്ന ഞാനാണോ ഇതുപോലെ നാണം കെടുത്തുന്നത്? അതെയോ ഇത് പ്രിന്റ് ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് കൊടുത്തയച്ച് ഇത് ശരിയാണെന്ന് വാദിക്കുന്ന ഈ VP അച്ഛനെ പോലെ ഉള്ളവരാണോ സഭയെ നാണം കെടുത്തുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി. ഒന്ന്, സ്ക്രിപ്ചറിൽ വ്യക്തമാണ് ദൈവത്തോട് മാത്രമേ ഉടമ്പടിയുള്ളൂ, എന്നാൽ ഇവിടെ ഉടമ്പടി ചെയ്യുന്നത് വിഗ്രഹത്തോട് മാത്രമാണെന്ന് അവരുടെ പുസ്തകങ്ങളിൽ നിന്നും അവരുടെ പേപ്പർ കട്ടുകളിൽ നിന്നും വ്യക്തമായി. അവരുടെ പുസ്തകം വീണ്ടും പറയുന്ന ചില വിഗ്രഹത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടു, നമ്മൾ പരിശോധിച്ചു, മനസ്സിലാക്കി. ഇനി അനുഭവങ്ങൾ, ഇന്ന് കൃപാസനത്തിൽ പോയി ഒരു പക്ഷേ OET വിട്ടും വിദേശത്ത് പോകാൻ പറ്റും, പലവിധ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൂടെ വരും. പക്ഷെ ഇതൊന്നും ക്രിസ്തുവിൽ നിന്നല്ല. യാഥാർത്ഥ്യമായി എന്നും നിലനിൽക്കുന്ന അനുഗ്രഹം യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. ഉടനടി ലഭിക്കുന്ന ഇത്തരം അനുഗ്രഹങ്ങൾ തരാൻ കഴിവുള്ളവൻ യേശുവിനെ പരീക്ഷിക്കാൻ വന്ന പിശാചു പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും. രാജ്യങ്ങൾ, OET, IELTS എന്തും ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞ അതേ ദുഷ്ടശക്തി, അതേ പ്രപഞ്ചശക്തി, അതേ തിന്മയുടെ ശക്തി തന്നെയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇവിടെ പ്രവർത്തിക്കുന്നത് പിശാചിന്റെ ചില മേഖലയാണെന്ന് ഈ അത്ഭുതങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ച സഹോദരങ്ങളോട് എനിക്ക് പറയാനിതേ ഉള്ളൂ. പിശാചും ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കാൻ പോലും അവന് കഴിവുണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കെ ഈ അത്ഭുതങ്ങളുടെ പിന്നാലെയാണ് സഹോദര സഹോദരി നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും കാലിടറി വീഴുന്നൊരു ദിവസമുണ്ടാകും. അന്ന് നമ്മെ രക്ഷിക്കാൻ ഈ ദൈവവചനമോ ഈ രക്ഷയുടെ സുവിശേഷമോ ഉണ്ടാകത്തില്ല. കാരണം സത്യം അറിഞ്ഞിട്ടും വീണ്ടും പോകുന്നവന് ഇനി അർപ്പിക്കപ്പെടാൻ ഒരു ബലിയില്ല, ഇനി അർപ്പിക്കപ്പെടാൻ ഒരു ക്രിസ്തുവിന്റെ ബലിയില്ല എന്ന് ഹെബ്രായ ലേഖനം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര, നിങ്ങൾ തിരിച്ചു വരണം, ക്രിസ്തുവിന്റെ പാതയിൽ നിങ്ങൾ പോകണം. വിശുദ്ധ വേദപുസ്തകവും വിശുദ്ധ കുർബാനയും വിശുദ്ധ മാമോദീസായും വിശുദ്ധ കുമ്പസാരവും എല്ലാം നമുക്ക് ഉണ്ടായിരിക്കെ പിന്നെ എന്തിന് ഈ പ്രവൃത്തിക്കൊക്കെ പോകുന്നു എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം, സ്വയം വിചിന്തനം നടത്തണം. അതിനുശേഷം നിങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.